ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വൈറലായിട്ടുള്ള മസ്ക ബണ്ണാണ്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ഞാനിവിടെ ഫസ്റ്റ് എടുത്തുള്ളത് ഹാഫ് എ സ്റ്റിക്ക് ഓഫ് ബട്ടറാണ്. പിന്നെ അതിൻ്റെ അകത്തോട്ടേക്ക് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ദ തിങ് ഇസ് ദാറ്റ് എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. അപ്പം എൻ്റെ അനിയനായിരുന്നു എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നത്. അപ്പം ഈ മസ്ക സ്പ്രെഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ 2 ബണ്ണെടുത്ത് നടുക്ക് നല്ലോണം മുറിച്ച് ഞാൻ അതിൻ്റെ അകത്തോട്ടേക്ക് ഈ മസ്ക സ്പ്രെഡ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ആൻഡ് ദെൻ ഈ മസ്ക ബണ്ണ് ഇറാനി ചായനോടാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ബട്ട് ഇറാനി ചായ ദമ്മൊക്കെ ഇട്ട് ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സാധാ ചായ ഉണ്ടാക്കി അതിനോട് കുടിക്കാം. വാട്ട് ഈസ് ദ ബിഗ് ഡിഫറൻസ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാ ചായ ഉണ്ടാക്കി. അതും ഈ മസ്ക ബന്നും ഐ ട്രൈഡ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് യോ ഗൈസ്, റിയലി ഗുഡ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബൺ എടുക്കുമ്പോൾ മാക്സിമം സോഫ്റ്റ് ബൺ എടുക്കാൻ ശ്രമിക്കുക. എത്രത്തോളം സോഫ്റ്റ് ബണ്ണാണ് അത്രത്തോളം ഇത് കഴിക്കാൻ നല്ല രസമായിരിക്കും. ചായയോട് കൂട്ടി കഴിക്കുമ്പോൾ ഇറ്റ്സ് ഹെവൻലി ഗൈസ്. അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.